പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറേ കാലമായി വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട് എന്നാണ് റിവാലുവേഷൻ്റെ റിസൾട്ട്, അതുപോലെ സേ പരീക്ഷൻ്റെ റിസൾട്ട് എന്നൊക്കെ. അപ്പോൾ സേ പരീക്ഷ കഴിഞ്ഞ 21-ാം തീയതിയാണ്. അപ്പോൾ അന്ന് ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സേ പരീക്ഷയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. ആ സേ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും റിവാലുവേഷൻ്റെ റിസൾട്ടും ഇന്ന് ഒരു ഉച്ചയുടെ ടൈമാണെന്ന് തോന്നുന്നു വന്നത്. അൽഹംദുലില്ലാ, എൻ്റെ ക്ലാസ്സിൽ ഒരു ടോപ്പ് പ്ലസും 7 ഡിസ്റ്റിങ്ഷനാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 8 ഡിസ്റ്റിങ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾ, നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത കുറേ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്, ടോപ്പ് പ്ലസ് കിട്ടിയവരുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പോൾ രക്ഷിതാക്കൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് റിസൾട്ട് നോക്കുകയെന്ന്. ആദ്യ സമയത്തൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു ലിങ്ക്. പക്ഷേ ആളുകൾക്കിപ്പോൾ എങ്ങനെയാണ് ലിങ്ക് കിട്ടാത്തതുകൊണ്ട് എങ്ങനെയാണത് സെർച്ച് ചെയ്ത് എടുക്കുകയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണത് സെർച്ച് ചെയ്ത് എടുക്കുക, റിസൾട്ട് നോക്കേണ്ടത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. അതിനാദ്യം ഗൂഗിൾ എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്യേണ്ടത് റിസൾട്ട് .സമസ്ത.info എന്നുണ്ടോ, ഫസ്റ്റ് കാണാം. അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഫസ്റ്റ് കാണുന്ന ഇതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിസൾട്ടിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ സാധാ റിസൾട്ട് നോക്കുന്നത് പോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഒന്നാമത്തതിൽ ടൈപ്പ് ഓഫ് എക്സാം എന്നതിൽ നേരെ കാണാം സെലക്ട് ടൈപ്പ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കൂളാണോ, അൽബിറാണോ, ജനറൽ ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യാനുണ്ടാകും. അതിൽ ജനറൽ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക, സാധാ മദ്രസയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ രണ്ടാം സെലക്ട് ക്ലാസ്സാണ്, ക്ലാസ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സെലക്ട് ക്ലാസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 5, 7, 10, +2 ഇതൊക്കെ പൊതുപരീക്ഷാ ക്ലാസ്സുകളാണ്. അതിലേത് ക്ലാസ്സിലാണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. 5 ആണെങ്കിൽ 5. ഇനി അതിന് താഴെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന, സ്ലൈപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നെഞ്ചിലൊട്ടിച്ചിരുന്ന ആ സ്ലിപ്പിൻ്റെ മുകളിലുള്ള രജിസ്റ്റർ നമ്പറോടെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഒരു ഏകദേശം ഒരു നമ്പർ കൊടുക്കുകയാണ്. ഒരു സബ്മിറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ ഇപ്പോൾ ഇത് ലോഡായിട്ട് കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓവർലോഡ് കുറേ വിദ്യാർത്ഥികൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് സൈറ്റ് ബ്ലോക്ക് ആയിക്കണോ എന്തറിയില്ല. ഇതുവരെയും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്നുകൂടെ ശ്രമിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് റിസൾട്ട് കിട്ടും. കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കട്ടോ. നിങ്ങൾക്ക് സ്ഥാനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഈ സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് രജിസ്റ്റർ നമ്പറും ക്ലാസ്സൊക്കെ സെലക്ട് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അഥവാ കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക. കൂടെ കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മദ്രസ വൈസ് റിസൾട്ട്. അതായത് മദ്രസ തലത്തിൽ മൊത്തം 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 10, +2 ഈ പൊതുപരീക്ഷാ ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റ റിസൾട്ടായിട്ട് ഇതിൽ ലഭിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മദ്രസ വൈസ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ഓഫ് എക്സാം ഏത് ടൈപ്പാണ്, ജനറലാണെങ്കിൽ ജനറൽ, സ്കൂളാണെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്യാം. രണ്ടാമത്തതിൽ സെലക്ട് ക്ലാസ്, ഏത് ക്ലാസ്സാണ്, ഞാൻ അവിടെ 5 സെലക്ട് ചെയ്യണം. ഇനി കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, മദ്രസ രജിസ്റ്റർ നമ്പറാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ മദ്രസയുടെ 22-11 ആയിരുന്നു. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ താഴെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മദ്രസയിൽ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരും. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ലോഡിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇതുപോലെ നോക്കുക.
പിന്നെ അതുപോലെ റേഞ്ച് റിസൾട്ട് കുറേ വിദ്യാർത്ഥികൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഞ്ച് റിസൾട്ട് എങ്ങനെ കിട്ടുകയെന്ന്. റേഞ്ച് റിസൾട്ട് കിട്ടണമെങ്കിൽ അന്ന് ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട് റേഞ്ച് റിസൾട്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് ബ്ലോക്കാണ് കേട്ടോ, അതുകൊണ്ട് ഇത് കിട്ടാൻ സാധ്യതയില്ല. ഇൻഷാ അല്ലാഹ് റിസൾട്ട് കിട്ടുമ്പോൾ അത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.